എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. മാധ്യമപ്രവർത്തകന് നേരെ പോലീസ് അതിക്രമം. കൊച്ചി പ്രസ് ക്ലബ് പ്രതിഷേധിച്ചു. വീടിന് സമീപത്ത് വെച്ച് മാധ്യമപ്രവർത്തകന് നേരെ പൊതുജന മധ്യത്തിൽ പോലീസ് അതിക്രമവും അസഭ്യവർഷവും എന്ന് പരാതി. മാധ്യമപ്രവർത്തകനായ ജേക്കബ് പോളിന് നേരെയാണ് കുമ്പളങ്ങി ഔട്ട്പോസ്റ്റ് SI സുനീറിന്റെ നേതൃത്വത്തിൽ അതിക്രമവും അസഭ്യവർഷവും ഉണ്ടായത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. ബൈക്കിൽ പോകുകയായിരുന്ന ജേക്കബ് പോളിനെയും സുഹൃത്തിനെയും കുമ്പളങ്ങി പോലീസ് സ്റ്റേഷനിലെ CPO സോബിമോൻ ബൈക്ക് തടഞ്ഞു നിർത്തി താക്കോൽ ഊരിയെടുക്കുകയായിരുന്നുവെന്നാണ് പരാതി. സാധാരണ പോലീസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എത്രയോ വാർത്തകളാണ് ഞങ്ങൾക്ക് പത്രത്തിൽ കൊടുക്കുന്നത്. അതേപോലെ പോലീസിന് തിരുത്തേണ്ട ചുരുക്കം ചില സന്ദർഭങ്ങളിലൊക്കെ കൃത്യമായി തന്നെ ഞങ്ങൾ ഇടപെടുന്നു. അപ്പൊ അത്തരത്തിലൊരു വാർത്ത വന്നതിന്റെ വിദ്വേഷമാണ് ജേക്കബ് പോളിനോട് കഴിഞ്ഞ ദിവസം കുമ്പളങ്ങിയിലെ SI സുനീർ കാണിച്ചത്. ഇപ്പൊ ഇനി ഈ വാർത്ത വന്നതിന് ശേഷം ഒട്ടേറെ പേർ, എനിക്കും ഞങ്ങളുടെ പത്രക്കാർക്ക് എല്ലാവർക്കും വിളികൾ വന്നിട്ടുണ്ട്. ഈ SIയിൽ നിന്ന് കൃത്യമായി പല രീതിയിലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു പോലീസുകാരൻ, ഒരു നാടിനെ സേവിക്കേണ്ട ഒരാള് ഇത്തരത്തിൽ സാധാരണക്കാരോടും ഒരാളോടും ഇങ്ങനെ പെരുമാറാൻ പാടില്ലാത്ത ഒരു സാഹചര്യമാണ് വേണ്ടത്. ഞങ്ങൾ വളരെ സുഹൃത്തുക്കളായ ഒട്ടനവധി ഉദ്യോഗസ്ഥരും പള്ളുരുത്തി മേഖലയിലുണ്ട്. എല്ലാവരോടും വളരെ സൗഹാർദ്ദപരമായി തന്നെയാണ് ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടത്. ആ കൂട്ടത്തിൽ ഇത്തരം സേനയെ തന്നെ മോശമാക്കി ചിത്രീകരിക്കുവാനും മറ്റുള്ള ആളുകൾക്കൊരു ഭീതി ഉളവാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെതിരെ ഞങ്ങൾ ശക്തമായി ഈ വിഷയത്തിൽ അപലപിക്കുകയാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ പറയും. മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ ബ്രീത്ത് അനലൈസർ പരിശോധിച്ചെങ്കിലും ഫലം നെഗറ്റീവായതോടെ പോകാൻ അനുവദിക്കണമെന്ന് ജേക്കബ് പോൾ ആവശ്യപ്പെട്ടെങ്കിലും വാഹനത്തിന്റെ താക്കോൽ നൽകുവാൻ പോലീസ് തയ്യാറായില്ലെന്നും പറയുന്നു. താൻ മാധ്യമപ്രവർത്തകനാണെന്നും വീട് സമീപത്താണെന്നും പറഞ്ഞപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ തനിക്ക് നേരെ ഉച്ചത്തിൽ അസഭ്യവർഷമായെന്നും പോൾ പറയുന്നു. അവിടേക്ക് സ്വകാര്യ കാറിൽ വന്നിറങ്ങിയ SIയും പോളിനോട് മോശമായി പെരുമാറി എന്നാണ് പറയുന്നത്. പിന്നീട് ഏറെ നേരം പിടിച്ചു നിർത്തിയതിനു ശേഷമാണ് തന്നെ പോകാൻ അനുവദിച്ചതെന്നും പോൾ പറഞ്ഞു. SIക്കെതിരെ നേരത്തെ നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഭിന്നശേഷിക്കാരനായ CPI ലോക്കൽ സെക്രട്ടറി അലക്സാണ്ടർ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ മാസങ്ങൾക്ക് മുമ്പ് ഇയാൾക്കെതിരെ നൽകിയ പരാതി നിലവിലുണ്ട്. സംഭവത്തിൽ മാധ്യമപ്രവർത്തകന് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ കൊച്ചി പ്രസ് ക്ലബ് പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗത്തിൽ VP ശ്രീലൻ അധ്യക്ഷത വഹിച്ചു. അഭിലാഷ് തോപ്പിൽ, KK റോഷൻകുമാർ, CS ഷിജു, PC അനന്തു, TC ബിബിൻ എന്നിവർ സംസാരിച്ചു. സംഭവത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പ്രസ് ക്ലബ്ബ് പരാതി നൽകും. ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കുന്നത് ജേക്കബ് പോൾ കവര് കുമ്പളങ്ങിൽ ദൃശ്യമാവുന്നത് റിപ്പോർട്ട് ചെയ്യാൻ പോയെന്നാണ് പ്രസ് ക്ലബ്ബ് കഴിഞ്ഞ ദിവസം കൂടി യോഗത്തിൽ ചർച്ച ചെയ്തപ്പോൾ അത് മനസ്സിലായത്. ജേക്കബ് പോളിനെതിരെ പിന്നാലെ പോലീസ് കരുതിക്കൂട്ടി ആളെ നിശ്ചയിച്ച് ജേക്കബ് പോളിനെ കണ്ട മാത്രയിൽ പോലീസ് SIക്ക് നിർദ്ദേശം കൊടുക്കുന്നു, ആളെ കിട്ടി എന്നുള്ള നിലക്ക് ഉടനെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥൻ സുനീർ സ്വകാര്യ കാറിലെത്തി ജേക്കബ് പോളിനെതിരെ ഇടപെടൽ നടത്തിയായിരുന്നു. ഇതെന്തോ ഗുണ്ടാ സംഘം പ്രതിയോഗികളെ അമർച്ച ചെയ്യുന്ന രീതിയിൽ പോലീസ് നാടിനായി ക്രമസമാധാനത്തിന് സംരക്ഷണം നൽകേണ്ട പോലീസ് ഒരു മാധ്യമ പ്രവർത്തകനെതിരെ ഇത്തരം നീക്കം നടത്തുന്നു. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ടു പോകുവാനാണ് പ്രസ് ക്ലബിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.